Praise the Lord. Praise the Lord. ഇവരുടെ കുറ്റങ്ങളെല്ലാം നഥനയേൽ പറഞ്ഞു. നസ്രത്തിനെ കുറിച്ചുള്ള ഈ കുറ്റങ്ങളെല്ലാം നഥനയേൽ ആരോട് പറഞ്ഞു? ഫിലിപ്പോസിനോട് പറഞ്ഞു. പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടാകും. അവിടെ നസ്രത്തിൽ നിന്ന് മനുഷ്യരോട് നീ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ഒരു നന്മയും പറയാനില്ലേ നസ്രത്തിന്? ഈ കുറ്റങ്ങളും നമ്മുടെ നമുക്ക് എനിക്ക് ഇത്രേ കണ്ടെത്താൻ പറ്റുള്ളൂ, ഇത് കൂടുതൽ കാണുമായിരിക്കും. വേദപുസ്തകത്തിനെ ഇത് കൂടുതൽ കാണും. വേറൊരു ദാസനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ കാര്യങ്ങൾ പറയാൻ കണ്ടേക്കാം. ദൈവത്തിന് അതിന് ഇതെല്ലാം ആരോട് പറഞ്ഞു? ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസിന് മനസ്സിടിച്ചു. ഇതിനൊന്നും കണ്ണിക്കാൻ ഫിലിപ്പോസിന്റെ കാര്യങ്ങളില്ല. ഈ നദിനിൽ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്, കണ്ണിക്കാൻ പറ്റത്തില്ല. ഫിലിപ്പോസ് ഒറ്റ കാര്യം പറഞ്ഞു, വന്ന് കാണുന്നത്. 47 വാക്യത്തിൽ വായിച്ച് 1:46 ആദ്യം വായിച്ചല്ലേ? ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബത്സായിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനിലേക്ക് കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, എങ്ങനെ എവിടെ വെച്ച് അറിയും എന്ന് യേശുക്രിസ്തുവിന്റെ അടുക്കൽ അവൻ നഥനയേലിനെ ആര് കൊണ്ടുവന്നു? ഫിലിപ്പോസ് കൊണ്ടുവന്നു അല്ലേ? ഫിലിപ്പോസ് നിന്നെ വിളിച്ചു തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. കാരണം ഈ കുഴപ്പമെല്ലാം വിളിച്ച് കുഴപ്പവും കുറ്റമെല്ലാം പറഞ്ഞാൽ യേശുവിനെ എല്ലാം കൊണ്ടുപോവാ. യേശു പറഞ്ഞിട്ട് രണ്ടെണ്ണം പറയുന്നതായിരിക്കും നഥനയേൽ ഫിലിപ്പോസ് ചിന്തിച്ചത്. പക്ഷെ നഥനയേലിനെ കണ്ട് യേശു എന്താ പറഞ്ഞു? ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, കപടമില്ല. ഫിലിപ്പോസ് കൂടി തിരിച്ച് അടുത്ത കുറ്റം പറഞ്ഞോണ്ട് വരുവാണ്. ആരുടെ കുറ്റം? യേശുവിന് ജന്മനാളിന്റെ കുറ്റമെല്ലാം പറഞ്ഞിട്ട് കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് വന്നുള്ളൂ. യേശു പക്ഷെ എന്താ പറഞ്ഞേ? ഇവർ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവര് ഇവരൊക്കെ പറയാൻ യാഗത്തൊന്നുമില്ല. ഇവരോ പറയുമെന്നുള്ളതേ ഉള്ളൂ. ചില മിണ്ടാതിരിക്കുമ്പോൾ വിടുകയും ചെയ്യും. അവരെടുത്ത ബോംബ് ഏറിയ തകർത്ത്. എന്നാൽ നഥനയേൽ അപ്പോൾ ഉടനെ നഥനയേൽ അത്ഭുതമായി പോയി. നഥനയേൽ യേശുവിനെ കുറ്റം പറഞ്ഞു വരികയല്ലേ? നഥനയേൽ നഥനയെ കണ്ടോണ്ട് യേശു എന്ന് പറഞ്ഞു, ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഒരു നല്ല ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നഥനയേലിന് ഭയങ്കര തോന്നുന്നു. അതിനെ കുറിച്ച് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല, അപ്പൻ പോലും പറഞ്ഞിട്ടില്ല. ഇവൻ ഗൗരവമില്ലാത്തവനാണ്, ഇവന് ദോഷമില്ല തോന്നുന്നു. നഥനയേലിനെ കുറിച്ച് സ്വന്തം അമ്മ പോലും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അമ്മ വിളിച്ചിട്ടുണ്ടായിരിക്കും കള്ളനായിരിക്കും വിളിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേ കൊച്ചു കള്ളൻ എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ കള്ളൻ. ദൈവത്തിന് ഒരിക്കലും ആരും നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞു സാക്ഷാത്തിൽ നഥനയേൽ ചോദിച്ചു, എന്നെ എപ്പോൾ അറിയാൻ ചോദിച്ചു. യേശു ദൈവത്തിനാണെന്ന് സമ്മതിക്കത്തില്ലല്ലോ. അമ്മ മെസ്സിയാണെന്ന് മനസ്സിലാക്കി വരുന്നുണ്ട്. എന്നെ എപ്പോഴും ഉടനെ എന്താ പറഞ്ഞു? നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കാണും. ഈ അത്തിയുടെ കീഴിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദന്മാരുടെ വീടുകൾ ഒറ്റമുറി വീടുകളാണ്. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ ചെന്നാൽ ഒറ്റമുറിയുള്ള വീടുകളൊക്കെ കാണാൻ നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിലില്ല. ജനതയുടെ വീടുകൾ ഒറ്റമുറിയുള്ള വീടുകൾ കാണുന്നത് വലിയ വീടാണ്. പക്ഷെ അത് വിത്തിരിച്ചിട്ടില്ല അവൻ. അപ്പോൾ ഒറ്റമുറിയുള്ള വീടാണ്. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ യഹൂദന്മാരായ യുവാക്കൾ പുറത്തു പോയി അത്തിയുടെ കീഴിലിരിക്കും. വിശേഷിച്ചും പ്രാർത്ഥിക്കാനും ബൈബിൾ പഠനം വായിക്കാനും അത്തിയുടെ കീഴിലിരിക്കും രീതി അന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരുത്തൻ അന്ന് വരാൻ താമസിച്ചു, അടിയെടുത്തു അമ്മ ഇരിക്കുക, എന്നാണ് താമസിച്ചു. അമ്മ ഞാൻ അത്തിയുടെ കീഴിലിരിക്കാൻ അടിയില്ല, പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് സ്തോത്രം.
നീ അത്യുടലിരിക്കുന്നതിനെ കണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ പ്രാർത്ഥിച്ചു. ഞാൻ അതിനെ കുറിച്ച് പ്രാർത്ഥന വിഷയങ്ങളുള്ളവരാണ്. സാധാരണക്കാരനല്ല, ഒത്തിരി വിഷയങ്ങളുള്ള വ്യക്തിയാണ് അതിനെയാലും. അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ കർത്താവ് കണ്ടു. ഇന്ന് പകൽ വിഷയങ്ങളുള്ള ദൈവവൈതലേ നമ്മുടെ സ്വർഗത്തിലെ ദൈവം കാണുന്നു. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനെ കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. Glory, 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 glory. Praise the Lord. Praise the Lord. ഉടനെ അതിനെ അത്ഭുതപ്പെട്ടു. തന്റെ പ്രാർത്ഥനയോട് കണ്ടു എന്ന് അത്ഭുതപ്പെട്ട യേശു വലിയ വാങ്ങത്തോട് നീ ഇതിലധികമായിട്ടുള്ളത് കാണുന്നു. ഞാൻ നിന്നെ അത്രയെങ്കിലും കണ്ടത് പറഞ്ഞ് നീ അത്ഭുതപ്പെടുന്നു. ഇതിലധികമായിട്ടുള്ളത് നീ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം, സ്തോത്രം. അധികമായിട്ടുള്ളത് എന്താ കണ്ടെന്ന് അറിയണോ ദൈവ മക്കളെ? പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അധികമായിട്ടുള്ളത് കണ്ടതെന്ന് അറിയണമെങ്കിൽ കർത്താവ് ഈ കാനയെ കുറിച്ച് ഈ നസറേലിനെ കുറിച്ച് പിന്നെ നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട്. അവസാനം കാണുന്ന ഭാഗം പറയാം. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തില അല്ലേ? സീമോൻ പത്രോസും ഫിലിപ്പോസും തോമസും കാനിലെ നസറേലും ശിഷ്യന്മാരും വേറെ രണ്ടുപേരും. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? നസറേലിന്റെ നാടേതാ? അതിലെ നാടകം അറിയാവോ? കാനയാണ്. ഏതാ നാട്? കാന. കാനയെ കുറിച്ച് നമുക്ക് എന്തറിയാം? കാനാവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന വിഷയം ഏതാണ്? കാനാവിലെ കല്യാണം. കാനാവിലെ കല്യാണം നമുക്കറിയാവോ? പിന്നെ നാടേതാ? യേശു പറഞ്ഞു ഇതിലധികമായിട്ടുള്ളതേ കാണുന്നു. Praise the Lord. Praise the Lord. കാനാവിലെ കല്യാണത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിലും ഈ വരനാകാൻ ആരും പറയുന്നില്ല. അതല്ല വിഷയം. കാനാവിലെ കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏതൊരു കല്യാണത്തിനും പെണ്ണുചെറുക്കമല്ലേ പ്രധാന വിഷയം അല്ലേ? ആണ് പെണ്ണുചെറുക്കം പ്രധാന വിഷയം. കല്യാണങ്ങളിൽ 2ാം സ്ഥാനം ചെറുക്കന്റെയും പെണ്ണിന്റെ കൂട്ടുകാർക്കാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളും അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. വിവാഹ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം അവർക്കാണ്. അവർ തയ്യാറാക്കേണ്ട കാര്യം പറയേണ്ട വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂട്ടുകാരിലേക്ക് വരും അല്ലേ? ഒന്ന് ഭാവമില്ലാത്തവർ മുമ്പിൽ നിൽക്കും. അങ്ങനെയാണ് എന്റെ സിസ്റ്റം. അങ്ങനെയാണ് ലോകത്തെല്ലാവരും തന്നെയാണ്. ഈ കാനാവിലെ കല്യാണത്തെ വരനാകാൻ ആരും പറയുന്നില്ല. എന്നാൽ വരൻ ആരാണെന്നുള്ള സൂചനകളാണ്. യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശുവിനെ അമ്മയെ ക്ഷണിച്ചിരുന്നു. ശിഷ്യന്മാരെ മുഴുവൻ ക്ഷണിച്ചിരുന്നു. ഇതിൽ വരനാരാണെന്ന് ഊഹിക്കാൻ ചില സൂചനകളാണ്. മുഴുവൻ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു പറയുമ്പോൾ അത് ശിഷ്യന്മാർ ഒരാണ് കല്യാണം. മനസ്സിലായോ? യേശുവിനെ ക്ഷണിച്ചിരുന്നു, ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു, യേശുവിന്റെ അമ്മയെയും ക്ഷണിച്ചിരുന്നു. ഇനി ആ ശിഷ്യൻ ഏതാണെന്ന് അറിയണമെങ്കിൽ ബാക്കികൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ആ മനുഷ്യൻ ഞാൻ അത് ക്രമം പറഞ്ഞു വരാം. ശിഷ്യൻ ഏതാണെന്ന് അറിയണമെങ്കിൽ ശിഷ്യന്മാരുടെ ലിസ്റ്റ് എടുക്കണം. ശിഷ്യന്മാരുടെ ലിസ്റ്റ് എടുക്കണം. ശിഷ്യന്മാരുടെ ലിസ്റ്റ് ബൈബിളിൽ 3 സ്ഥലത്താണുള്ളത്. ആ ലിസ്റ്റ് വായിക്കുമ്പോൾ എല്ലാം ഫിലിപ്പോസിന്റെ പിന്നാലെ പറയുന്ന ഒരു പേരുണ്ട്. ആ പേര് ബർത്തലോമായുള്ള പേരാണ്. ബർത്തലോമായുള്ള പേരാണ്. 3 സ്ഥലത്താണ് അപ്പോസ്തലന്മാരുടെ പേരുള്ളത്. ഇവിടെ എല്ലാം ഈ ലിസ്റ്റ് വായിക്കുമ്പോൾ ഫിലിപ്പോസിന്റെ തൊട്ടു പുറകെ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ബർത്തലോമായുടെ പേരാണ് കാണുന്നത്. ഈ ബർത്തലോമായ ഒരു പേരല്ല, തൊലോമായുടെ മകൻ എന്നതിന്റെ അർത്ഥം. ബർത്തലോമായ ഒരു പേരല്ല. ബർത്തിമായി എന്ന് പറഞ്ഞു. തിമായിയുടെ മകൻ. യോനയുടെ മകൻ. യോന ശീമോനെ. ശീമോൻ പത്രോസ് അപ്പന്റെ പേര് യോന എന്നാണ്. അതാ യോന ശീമോൻ. ബർത്തിമായി തിമായിയുടെ മകൻ. ബർത്തലോമായ തൊലോമായുടെ മകൻ. അതൊരു പേരല്ല. നല്ല ഭാഷ. മലയാളത്തിലെ രീതി അനുസരിച്ച് തണ്ടപ്പേരെന്ന് പറയും.
ആധാരമെഴുത്തുകാരൻ നമ്മൾ ചെല്ലുമ്പം എഴുത്തുകാർ തണ്ടപ്പേരാണ് ചോദിക്കും അല്ലേ? തണ്ടപ്പേരെന്ന് പറയുമ്പോൾ തന്തപ്പേരാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് ബർത്തലോമായ ഒരു പേരല്ല. ഇനിയും ശിഷ്യന്മാരുടെ ലിസ്റ്റ് മറ്റൊരിടത്താണ് നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരുടെ ഒരു കോൺഫറൻസ് ആണ് കാണുന്നത്. യോഹന്നാൻ 21-ലാണ്. പ്രൈസ് ദി ലോർഡ്. നാഥനയേൽ എന്നൊരു പേര് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാഥനയേൽ. ശിഷ്യന്മാരുടെ കമ്മിറ്റി 7 പേര് കൂടുകയാണ്. ശിഷ്യന്മാരുടെ കൂടുതൽ കമ്മിറ്റി ശിഷ്യല്ലാത്തവരെ ഇരുത്തുവോ? ഇല്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി. ആമേൻ ആമേൻ. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ശിഷ്യന്മാരുടെ യോഗം വിളിച്ചപ്പോൾ ശിഷ്യനല്ലാത്തവരും വന്നിരിക്കുന്നു. ആരൊക്കെയാ? ശിമോൻ പത്രോസും ദിദിമോസും തോമസും കാനയിലെ നദനേലും അവിടെ വന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബർത്തലോമായി നദനയിൽ ഒരാളാണ്. ചുരുക്കം പറഞ്ഞാൽ കാനാവിലെ കല്യാണം നദനയിലെ കല്യാണമായിരുന്നു. യേശു പറഞ്ഞാൽ നീ കാണുന്നു. കർത്താവ് വെറുതെ കാര്യമായിട്ടില്ല. നീ നിന്നെ അസ്തുലിൽ ഞാൻ കണ്ടു, നീ അത്ഭുതപ്പെട്ടില്ലേ? ഇതിലധികമായിട്ടുള്ള നീ കാണുന്നു. കർത്താവ് പറഞ്ഞാൽ നടക്കല്ലേ ദൈവ മക്കളെ? നീ കാണുമോ? നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമോ? ഓ നസ്രയത്തിലെ നന്മകൾ. അവിടുത്തെ യുവാവ് യേശുവിനെ ക്ഷണിക്കാൻ കാരണം യേശുവിന്റെ ശിഷ്യനായി ക്ഷണിച്ചത്. മുഴുവൻ ശിഷ്യന്മാരെ ക്ഷണിക്കാൻ കാരണം ശിഷ്യന്മാരുടെ കല്യാണമായതുകൊണ്ടാണ്. മറിയാവിന്റെ വിഷയത്തിൽ ഇടപെടാൻ കാരണം യേശുവിന്റെ ശിഷ്യന്മാരുടെ കുടുംബമായതുകൊണ്ടാണ്. മറിയക്ക് അവിടെ അമ്മയുടെ സ്ഥാനമാണ്. ഇതിലധികമായിട്ടുള്ളത് നീ കാണും. കാനാവിലെ കല്യാണം വീട്ടിൽ ഒരു നന്മയില്ലെന്ന് വന്ന് പറഞ്ഞവരെ കാണിച്ചിട്ടേ ദൈവം ആമേൻ 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 കർത്താവ് കാണിച്ചിട്ടാണ് ലോകം വിട്ട് കടന്നു പോകും. ഇവനാണ് പറഞ്ഞവർ വല്ല നന്മയെ കാണുന്നു. യേശു ജനിച്ചപ്പോൾ നീരുറവില്ലായിടത്ത് നീരുറവുണ്ടായി. മഹത്വമില്ലാത്ത സ്ഥലത്ത് മഹത്വമുണ്ടായി. അവിടെ പൂന്തോട്ടമുണ്ടായി. ദൈവത്തിന് മഹത്വമില്ല. അവിടെ വീണ്ടും ഉണ്ടാകാൻ പോവുകയാണ്. യേശുവിന് വെള്ളം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ യേശുവിന് വീഞ്ഞു കൊണ്ടുവരാനും പറ്റും. യേശുവിന് അപ്പം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ യേശുവിന് വീഞ്ഞു കൊണ്ടുവരാൻ കഴിയും. യേശുവിന് മത്സ്യം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ യേശുവിന് വീഞ്ഞു കൊണ്ടുവരാൻ കഴിയും. സാക്ഷാൽ മുന്തിരിവതിയായവൻ യഥാർത്ഥ മുന്തിരിച്ചാർ അവിടെ കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. നസ്വത്തിന് വല്ല നന്മയും വരുമോ എന്ന് പറയുന്ന വൈതലേ, നന്മകളില്ലാത്തടത്ത് നന്മകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവം. ഇംഗ്ലണ്ടിലെ ഒരിക്കൽ സിവിൽ സർവീസ് പരീക്ഷ നടന്നതിനെ കുറിച്ച് പ്രസിദ്ധനായിട്ടുള്ള എം കൃഷ്ണൻ നായർ എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. മലയാളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ് എം കൃഷ്ണൻ നായർ. സാഹിത്യ ഭാരഫലം എന്ന കോളം അദ്ദേഹം എഴുതിയിരുന്നു. കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഒരു ലേഖനത്തിന് കിട്ടുന്ന 1,00,000 രൂപ, 4 പേര് എഴുതി കഴിയുമ്പോൾ 1,00,000 രൂപ പ്രതിഫലം കിട്ടുന്ന എഴുത്തുകാരൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു ലേഖനം സമകാലിക മലയാളം എന്ന മാസികയിൽ കലാകുന്നതിലൊക്കെ വന്നു. ഇപ്പോൾ അത് ഒന്നിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 9,000 രൂപയാണ് അതിൻ്റെ വില. മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ച് ഞാൻ കണ്ടു. 4 പുസ്തകങ്ങളായിട്ട് എത്രയാണ്? 9,000 രൂപ വില. അതിൽ ഞാനത് മുടങ്ങാതെ വായിക്കുന്നുണ്ട്. ഒരിക്കലും അദ്ദേഹം എഴുതിയത് കലാകുന്നതിൽ ഞാൻ വായിച്ചതാണ്. ആമേൻ, സ്തോത്രം. അദ്ദേഹം ഈ എം കൃഷ്ണനാർ എഴുതിയതാണ്. ഇംഗ്ലണ്ടിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നു. ഒറ്റ ചോദ്യമുള്ളൂ. സിവിൽ സർവീസ് പരീക്ഷ, ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ 30,000 പേരാണ് എഴുതുന്നത്. പ്രിലിമിനറി അതിൽ 15,000 പേരെ ജയിപ്പിക്കും. മെയിൻ പരീക്ഷയിൽ 3,000 പേരെ ജയിപ്പിക്കും. ഇന്റർവ്യൂവിൽ 1,000 പേരെ ജയിപ്പിക്കും. 1,000 പേര് മതി വർഷത്തെ സിവിൽ സർവീസിലൂടെ. ഇതുപോലെ UK സിവിൽ സർവീസ് നടന്നതായിട്ടാണ്
ഇദ്ദേഹം എഴുതിയിരിക്കും. എല്ലാവരും ഉദ്യോഗാർത്ഥികളും ഒന്ന് പരീക്ഷയ്ക്ക് ഒറ്റ ചോദ്യം മാത്രം: കാനാവിലെ കല്യാണത്തിന് പച്ചവളകരുടെ വീഞ്ഞായി. രാജ്യമായിരുന്നു ഒറ്റ ചോദ്യം. അപ്പൊ എല്ലാവരും ക്രിസ്ത്യൻസ് ആണല്ലോ അവിടെ. എല്ലാവരും അവർ കാനാവിനെ കുറിച്ചും ഒത്തിരി കാര്യം കഴിഞ്ഞു. ദൈവഭക്തനായ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, പയ്യൻ. ഡിഗ്രി കഴിഞ്ഞ അത് നല്ല വിശ്വാസിയാണ്. അവൻ നമ്മളോട് വീട്ടുണ്ടായെന്നുള്ളത് എനിക്കറിയാം, എങ്ങനെയായെന്നറിയില്ല. വീട്ടുണ്ടായെന്നറിയാം. അവസാനം ഓരോ 30 മിനിറ്റ് ബെല്ലുണ്ട്. 3 മണിക്കൂർ പരീക്ഷയാണ്. അവസാനം ഡബിൾ ബെല്ല്. 5 മിനിറ്റിനുള്ള പേപ്പർ എല്ലാവരും കുത്തിക്കെട്ടാനുള്ള ടാഗ് അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും പിന്നെ കുത്തിക്കെട്ടാനില്ല, ഒന്നിലും ഒറ്റ പേപ്പറേ ഉള്ളൂ. യേശു നമ്മൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഒരു വാചകം പോലും എഴുതിയിട്ടില്ല. 3 മണിക്കൂർ ചിന്തിച്ചു. സാക്ഷാൽ കൃഷ്ണനാർ എഴുതി ഞാൻ വായിച്ചതാണ്. പേപ്പർ 5 മിനിറ്റ് ആക്കുന്ന ഒറ്റ വാചകം: വാട്ടർ മെന്റ് ഇറ്റ്സ് മാസ്റ്റർ ആൻഡ് ഫ്ലഷ്. വെള്ളം അതിന്റെ സൃഷ്ടിതാവിനെ കാണുകയും രക്തവർണ്ണമാവുകയും ചെയ്തു നമ്മൾ എഴുതി. ഫസ്റ്റ് ഭാഗവരായിരുന്നു. ഞാൻ സത്യം എങ്ങനെ പച്ചോളം മീനായി യേശുവിനെ കണ്ടു. 30 പേജ് വരെ എഴുതിയവരുണ്ടായിരുന്നു അവിടെ. അവർക്കൊന്നും വല്ല ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. ഒറ്റ വാചകം എഴുതിയവരാണ്. വെള്ളം അതിന്റെ സൃഷ്ടിതാവിനെ കാണുകയും രക്തനിറമാവുകയും ചെയ്തു. കർത്താവ് യഥാർത്ഥമായി കാണുന്ന വ്യക്തിയെ മാറിപ്പോകും. ദൈവം ഒരു മാറ്റി മറിക്കും. ഈ സത്യത്തിന്റെ നിഴലും നിഴലിലേക്ക് ഒന്ന് കയറിയാൽ, സർവശക്തന്റെ നിഴലിലേക്ക് ഒന്ന് കയറിയാൽ നമ്മുടെ ആള് മാറിപ്പോകും. ദൈവം ആ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. മഹത്വം വരുത്താൻ കഴിവുള്ള നമ്മുടെ മധ്യത്തിലുണ്ട്. സ്വർഗത്തോളം ഉയർത്താൻ കഴിവുള്ള വന്നിട്ടുണ്ട്. നന്മകളെ നിറയ്ക്കാൻ കഴിവുള്ളവരുടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ആശ്രയത്തിലേക്ക് നിറക്കി വയ്ക്കാം. നന്മകളിൽ നിന്ന് ആരും പറഞ്ഞാൽ, ഡിസ്കറേജ് ചെയ്യാൻ ആര് ശ്രമിച്ചാൽ അവൻ ഒരിക്കലും അവൻ തകർക്കാൻ കഴിയാത്ത പോലെ നമ്മളെ ബലപ്പെടുത്താൻ കഴിവുള്ളവരെ ഉയർത്താൻ കഴിവുള്ളവർ കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? സ്വർഗത്തോളം നിന്നെ ഉയർത്താൻ ശക്തിയുള്ളവരുടെ വന്നിട്ടുള്ളപ്പോ, അത്ര ബലിഷ്ടമായ കരകളുള്ളവരുടെ വന്നിട്ടുള്ളപ്പോ, വരണ്ട നിലത്ത് നീരുകൾ ഒരുക്കുന്ന ദൈവം വന്നിട്ടുള്ളപ്പോൾ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിവുള്ളവരോട് വന്നിട്ടുള്ളപ്പോൾ നീ അത് കാണുമെന്ന് പറഞ്ഞത് നദിനിയിൽ കണ്ടുകൊണ്ട് കണ്ടെങ്കിൽ വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചവന്റെ കല്യാണത്തിന് തന്നെ ആ നന്മകളെ വിളിച്ചു വരുത്തുകയും കാണിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വരുത്താൻ കഴിവുള്ളവനാണ്. നിറമില്ലാത്ത അവസ്ഥയിൽ നിറം വരുത്താൻ കഴിവുള്ളവനാക്കി വന്നിട്ടുണ്ട്. രുചിയില്ലാത്തതിന് രുചി വരുത്തുന്നൊരു കർത്താവിടെ വന്നിട്ടുണ്ട്. ഗന്ധമില്ലാത്തതിന് സുഗന്ധം വരുത്തുന്നവിടെ വന്നിട്ടുണ്ട്. ആകമാനം കളർഫുള്ളാക്കി മാറ്റാൻ കഴിയുന്നൊരു കർത്താവ്. യേശുവിനെ വിളിച്ചത് വെറുതെയല്ല, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. യേശുവിനെ വിളിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണ്. യേശുവിന്റെ വിളിയെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്നെ അനുഗമിക്കുന്നു പറഞ്ഞാൽ എല്ലാം